a vertical pole, a vertical pole of a length, a vertical pole of a length 6 meter, cast a shadow 4 meter, 4 meter long, 4 meter long on the ground, and at the and at the same time, a tower cast a shadow 28 meter long, long. Find the height of the tower. അപ്പോൾ ഇവർ പറയുന്നത് ഒരു വെർട്ടിക്കൽ പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പോസ്റ്റ് ഓർത്താൽ മതി, ഇലക്ട്രിക് പോസ്റ്റ് ഓർത്താൽ മതി. 6 മീറ്റർ നീളമാണ് ആ ഇലക്ട്രിക് പോസ്റ്റിന്. അപ്പം വെട്ടം അടിക്കുന്ന സമയത്ത്, സൂര്യന്റെ വെട്ടം അടിക്കുന്ന സമയത്ത് അതിന്റെ ഷാഡോ ഒരു 4 മീറ്റർ ലെങ്തിലാണ് വരുന്നത്, ഗ്രൗണ്ടിൽ വീഴുന്നുണ്ട്. അതായത് ഇപ്പം ഇതൊരു ഇലക്ട്രിക് പോസ്റ്റ് ആണെന്ന് വിചാരിക്കുക, 6 മീറ്റർ നീളം. സൂര്യൻ ഇവിടെ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും വെട്ടം ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിന്റെ ഷാഡോ ഇങ്ങനെയല്ലേ വീഴുന്നത്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഷാഡോ വീഴുന്നു. ഷാഡോ എത്ര, 6 ലെങ്ത് can cast a shadow 4 meter on the ground എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ ആംഗിൾ തന്നെ ഇങ്ങനെ വരും അല്ലേ. At the same time, a tower can cast shadow of 28 meter long. Find the height of the tower. അതായത് at the same time, okay, where at the same time വേറൊരു ടവറിന് 28 മീറ്റർ, അപ്പൊ 28 മീറ്റർ നീളം ഉണ്ടെങ്കിൽ സൂര്യൻ ഇവിടെ തന്നെ നിൽക്കാന്ന് വിചാരിച്ചോ. സൂര്യൻ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ ഈ 6 മീറ്റർ നീളമുള്ള പോളിന് 4 മീറ്റർ ലെങ്തിൽ ഒരു ഷാഡോ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ 28 മീറ്റർ എന്താണ് നീളമുള്ള ഷാഡോ ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഹൈറ്റ് വളരെ വലുതായിരിക്കും. സൂര്യൻ അവിടെ തന്നെ നിൽക്കുമല്ലേ. അപ്പം അറ്റ് ദ സെയിം ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹൈറ്റ് എന്തായാലും കൂടുതലായിരിക്കും. അപ്പൊ അതിനെ നമ്മളൊരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു, എന്നിട്ട് എന്താ ഇങ്ങനെ നമ്മൾ വരച്ചു. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ട ടവർ, അതിന്റെ ഹൈറ്റ് കൂടുതലാണ്. ഇത് 28 ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് എ ബി സി എന്ന് എടുക്കാം. ഇതിനെ നമുക്ക് ഡി ഇ എഫ് എന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് സിമ്പിൾ അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഹൈറ്റാ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈഡ്സ് റേഷ്യോയിലല്ലേ. അപ്പൊ അങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് ആ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ എന്താ എഴുതേണ്ടത്, ടു പ്രൂവ് എന്താ, ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എന്തെന്ന് എഴുതുക, ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് എഴുതുക. നമുക്കറിയാം ആംഗിൾ എ സി ബി കണ്ടോ, എന്തായാലും ഒരു പോസ്റ്റ് ഭൂമിയിൽ നാട്ടുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. അപ്പം ആംഗിൾ എ സി ബിയും ആംഗിൾ ഡി എഫ് ഇയും എന്ത് തന്നെയാണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ, നീ ആ വീഡിയോ എല്ലാം കണ്ടിട്ട് നാളെ ഇരുന്ന് കാണണം കേട്ടോ. ഇവിടെ നോക്കിക്കോളൂ. അപ്പം ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഈ ആംഗിളും ഈക്വൽ ആണ് എടുക്കാം. കാരണം എന്താണെന്നറിയോ, സൂര്യൻ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ ആ രണ്ട് പോസ്റ്റിലും ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, അതായത് ഭൂമിയുമായിട്ട് ഉണ്ടാക്കുന്ന ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എന്താണെന്ന് എടുക്കാം, ആംഗിൾ ഇ എന്ന് എടുക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, sun is at the same position. So angle made by both the pole with the ground is same. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എന്താ ഡി ഇ എഫ് എന്ന് എഴുതാം. എ ക്രൈറ്റീരിയൻ ആണല്ലോ, എ ക്രൈറ്റീരിയൻ. അപ്പൊ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സൈഡ്സ് റേഷ്യോയിലായിരിക്കുമല്ലോ. അപ്പൊ ഏതൊക്കെ സൈഡാണ് റേഷ്യോയിലാവുന്നത്, ഞാൻ പറഞ്ഞു ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിനെ വേണം റേഷ്യോയിൽ എഴുതാൻ. ഇപ്പൊ ഇവിടെ ഏതൊക്കെ ആംഗിളാ,
ഈ ആംഗിൾ ഈക്വൽ ഈ ആംഗിൾ ഈക്വൽ. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതും ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതും വേണം പ്രൊപ്പോർഷൻ ആയിട്ട് എടുക്കാൻ. അതായത് ഇങ്ങനെ AC ഡിവൈഡഡ് ബൈ DF വിൽ ബി ഈക്വൽ ടു അടുത്ത 90 ഡിഗ്രി തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇതും ഇതിന്റെ ഓപ്പോസിറ്റ് ഇതുമാണ്. അപ്പൊ ആദ്യത്തെ മുകളിലത്തെ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് AB ആണ്. AB ഡിവൈഡഡ് ബൈ DE വിൽ ബി ഈക്വൽ ടു ഇനി എന്താണെന്ന് എഴുതാം BC ഡിവൈഡഡ് ബൈ എന്താണെന്ന് എഴുതാം EF എന്ന് എഴുതാം. ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് DF ആണ് കണ്ടുപിടിക്കേണ്ടത്. DF ഹൈറ്റ് DF ആണ്. അപ്പൊ അതും തന്നിരിക്കുന്ന ഇതിനെയും തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. നോക്കിയോ AC എന്താ തന്നിരിക്കുന്നത് AC 6 ആ. DF H ആണ് തന്നിരിക്കുന്നത് കണ്ടുപിടിക്കണം. BC എന്താ തന്നിരിക്കുന്നത് BC എന്ന് പറഞ്ഞാൽ 4 ആണ് തന്നിരിക്കുന്നത്. അതേപോലെ EF എന്ന് പറഞ്ഞാൽ 28 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഇതിനെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 × 28 = 4H എന്നും അവിടുന്ന് 6 × 28 ഡിവൈഡ് ബൈ 4 H എന്നും വരും. ഇത് രണ്ടും കട്ട് ചെയ്യാം. 7 4 28 7 6 42. ഹൈറ്റ് എത്രയായിരിക്കും 42. ഇതായിരിക്കും എന്റെ ആൻസർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സാർ ഇച്ചിരി മുണ്ടൊക്കെ പോകാൻ പറ്റുമോ? പോരെ ഓക്കെ അല്ലേ? എല്ലാം കാണുന്നില്ലേ? ഇതിനകത്തെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോയാലും അതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഉറപ്പുള്ള 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ 14ാമത്തെ ക്വസ്റ്റ്യനും പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യനും. ഇത് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനത് പറഞ്ഞു തരാം ക്ലിയർ ആയിട്ട്. നിങ്ങളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്താണെങ്കിൽ വെച്ചോണം കേട്ടോ. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി നമുക്ക് റെഡിയാക്കാം. എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്, വേറെ രീതിയിൽ അത് ചോദിക്കില്ല കേട്ടോ. നമുക്ക് അത് 2 കൂടെ ചെയ്യാം. അത് 2 കൂടെ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനുള്ള മോഡൽ. ബാക്കിയുള്ള എല്ലാം സെയിം മോഡലാണ്. നമ്മളിപ്പോൾ ചെയ്തു വന്ന മോഡൽ തന്നെയാണ്. അപ്പൊ അതുകൂടെ ചെയ്യാം.
ഓക്കെ, നോക്കിക്കോളൂ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ഇഫ് AD and PM are medians of triangle medians of triangle ABC and PQR respectively where triangle ABC similar to triangle PQR. Prove that AB divided by PQ will be equal to AD divided by PM. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നോക്കാമോ അതിന്റെ പടം തന്നിട്ടുണ്ടോ എന്നുള്ളത്? ഒന്ന് നോക്കി, സായി ഒന്ന് നോക്കി പറഞ്ഞേ. സായി ആരും ഒന്ന് നോക്കി പറഞ്ഞേ. ടെക്സ്റ്റിലായിട്ട് പടം തന്നിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. ഓക്കെ, അപ്പൊ പടം വരയ്ക്കണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ മീഡിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മീഡിയൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഓക്കെ ദേവനന്ദ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ എഴുതിയിടും. മീഡിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും, ഇപ്പൊ ഞാൻ ചുമ്മാ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ സെന്ററിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാം. അപ്പം ഈ ഭാഗത്തു നിന്ന് ഈ സൈഡിലോട്ട് ഒരു മീഡിയൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അപ്പൊ അല്ലേ ഇതും ഈക്വൽ ആയിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല ഉദ്ദേശിക്കുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ ഒരു വേർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു വര വരയ്ക്കുമ്പോൾ ആ സൈഡ് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. ഒരിക്കലും പെർപെൻഡിക്കുലർലി കട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. ക്ലിയർ? ഓർത്തോണം, മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ഒരു ട്രയാങ്കിൾ. ഇപ്പം ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കുക. കണ്ടോ, ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഈ പോയിന്റിൽ നിന്ന് ഒരു മീഡിയൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിന് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നത് കണ്ടോ, ഇവിടെ നിന്ന് കണ്ടോ കട്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടോ, ഇങ്ങനെ വരച്ചാൽ മതി. അതായത് ഇവിടെ നിന്ന് കണ്ടോ, ഇതും ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം ADയും PMഉം ട്രയാങ്കിൾ ABCയുടെയും PQRന്റെയും മീഡിയൻ ആണ് അവർ തന്നിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അവർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? രണ്ട് ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം. ഒന്ന് ABCയും ABCയും ശ്രദ്ധിക്കണേ. ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഒരു ട്രയാങ്കിൾ ഇത്, അടുത്ത ട്രയാങ്കിൾ ഇതുമാണ്, അടുത്ത ട്രയാങ്കിൾ ഓക്കെ. അതിൽ നമുക്ക് PQR ഇടും. PQR അവർ പറയുന്നത് AD എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ PM, അതിനാൽ പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ABCയുടെ PQRന്റെ മീഡിയൻ ആണ്. അപ്പൊ നമുക്ക് ആ മീഡിയൻ എങ്ങനെ വരയ്ക്കാം? വേണ്ട, ഇവിടത്തെ മീഡിയൻ കണ്ടോ, കൃത്യം കണ്ടോ, ഇങ്ങനെ വരയ്ക്കാം. കാരണം എവിടാണോ ആ BC രണ്ടായിട്ട് കട്ടാവുന്നത് അവിടെ കൊണ്ട് മുട്ടിക്കുക. ഓക്കെ, ഇപ്പം ഈ BC ഇവിടെ കൊണ്ട് മുട്ടിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലായി. അതേപോലെ ഇവിടെയും അതേപോലെ കണ്ടോ, ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന കണ്ടോ, കൃത്യം നടുക്കൊണ്ട് വരയ്ക്കുമ്പോൾ ഇത് മീഡിയനായി. അപ്പൊ ADയും അതേപോലെ തന്നെ PM എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ADയും PM എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ADയും PM എന്നാണ് പറഞ്ഞിട്ടുള്ളത് മീഡിയൻ. അപ്പൊ നമ്മൾ അത് കൈകാര്യം ചെയ്ത് വരച്ചു. ADയും PMഉം. ഓക്കെ, ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾ ABC സിമിലർ ടു PQR. അതായത് മൊത്തം ട്രയാങ്കിൾ, അതായത് ഈ മൊത്തം ട്രയാങ്കിളും സിമിലർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ഈ ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR ആണെങ്കിൽ നമുക്ക് എന്താ, ആംഗിൾ A എന്ന് പറയുന്നത് ആംഗിൾ Bക്ക് ഈക്വൽ ആയിരിക്കും. ആംഗിൾ B എന്ന് പറയുന്നത് ആംഗിൾ Qന് ഈക്വൽ ആയിരിക്കും. അതേപോലെ ആംഗിൾ C എന്ന് പറയുന്നത് ആംഗിൾ Rന് ഈക്വൽ ആയിരിക്കും. ആണല്ലോ, ഇത് നമ്മൾ പഠിച്ച. അതേപോലെ അതിന്റെ സൈഡ് പ്രൊപ്പോർഷൻ ആയിരിക്കും. സൈഡ് എങ്ങനെയാണ്? നമുക്ക് ഇപ്പം ഈ എന്താണ് എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്ന ആംഗിളും P എന്ന് പറയുന്ന ആംഗിളും ആണ് ഈക്വൽ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് രണ്ട് സൈഡ് ആയിരിക്കും പ്രൊപ്പോർഷണൽ.
അപ്പൊ എങ്ങനെ എടുക്കാം നമുക്ക്? ബി സി ഡിവൈഡഡ് ബൈ QR will be equal to ഈ ട്രയാങ്കിൾ ബൈ ഈ ട്രയാങ്കിൾ എടുക്കാമേ, will be equal to അടുത്തത് ഈ ആംഗിളും ആണ് ഈക്വൽ. അപ്പൊ ഈ ആംഗിൾ ഓപ്പോസിറ്റ് ഈ സൈഡും ഈ ആംഗിൾ ഓപ്പോസിറ്റ് ഈ സൈഡും ആയിരിക്കും റേഷ്യോയിൽ വരിക. അപ്പം AC ഡിവൈഡഡ് ബൈ PR will be equal to എന്താണ് അടുത്ത എന്താ? ഇനി C എന്ന് പറഞ്ഞ ആംഗിളും ഈ ആംഗിളും ആണ് ഈക്വൽ, അതിന്റെ ഓപ്പോസിറ്റ് ഇതുമായിരിക്കും, അതായിരിക്കും റേഷ്യോ വരുന്നത്. AB ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? AB ഡിവൈഡഡ് ബൈ PQ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഇതിനെ നമുക്ക് ഇത്രയത്തിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇത്രയത്തിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ എഴുതിയത് വരെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ADയും PMഉം മീഡിയൻ ആണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ BCയെ നമുക്ക് എന്ത് ചെയ്യാം? 2 ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലയോ? അതേപോലെ തന്നെ QRനെ നമുക്ക് 2 ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കത്തില്ലയോ? അതായത് സിൻസ് AD and PM are medians, they will divide the opposite side BC and QR into 2 halves. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? സിമ്പിൾ തന്നെ ഇങ്ങനെ എഴുതില്ലയോ? BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തെന്ന് എഴുതാം? അല്ലെങ്കിൽ BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCയുടെ പകുതി, BC/2. അതേപോലെ തന്നെ QM എന്ന് പറയുന്നത് QRന്റെ പകുതി, ശരിയല്ലേ? സോറി, QM എന്ന് പറയുമ്പോൾ QR ബൈ, അതായത് ഇങ്ങനെ ഈ QM എന്ന് പറയുമ്പോൾ എന്താ? QRന്റെ പകുതിയാണെന്ന് എഴുതാം. BD എന്ന് പറയുമ്പോൾ എന്താ? BCയുടെ പകുതിയാണെന്ന് എഴുതാം, ശരിയല്ലേ? ആ മീഡിയൻ ഇതായതുകൊണ്ട് അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനെ രണ്ടിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. ഈ കാര്യങ്ങൾ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. ഞാൻ ഈ ഇക്വേഷൻ 3ലെ 2 BDയുടെയും QRന്റെ വാല്യൂ ഞാൻ തേട്ടെ ഇവിടെ ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ എടുക്കാം. ഈ BC കണ്ടുപിടിക്കാൻ വേണ്ടി BCനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2BD ഈസ് ഈക്വൽ ടു BC എന്നാവും. അതേപോലെ തന്നെ 2QM ഈസ് ഈക്വൽ ടു QR എന്നാവും, ആണല്ലോ. ഇതിനെ ഇക്വേഷൻ 3 എന്ന് വിളിച്ചാൽ മതി. മനസ്സിലാകാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് AB/PQ. AB എവിടാ? AB എന്ന് പറയുമ്പോൾ എന്റേത്, PQ എന്ന് പറയുമ്പോൾ ഇത്. AB/PQ ഈസ് ഈക്വൽ ടു AD ഡിവൈഡഡ് ബൈ PM ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ആ രണ്ട് സൈഡ് പ്രൊപ്പോർഷനേറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏത് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം? ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പരാക്രമങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഓൾറെഡി ഈ ആംഗിളും ഈക്വൽ ആണെന്ന് അറിയാം, അല്ലേ? ഇനി നമുക്ക് ഏതെങ്കിലും രണ്ട് സൈഡ് പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, നമുക്ക് ഇനി ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 3 in ഇക്വേഷൻ 2. നമുക്കറിയാം ഇക്വേഷൻ 2 നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് BC
ഡിവൈഡഡ് ബൈ ബി സി ഡിവൈഡഡ് ബൈ ക്യു ആർ വിൽ ബി ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് എ സി ഡിവൈഡഡ് ബൈ പി ആർ വിൽ ബി ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് എ ബി ഡിവൈഡ് ബൈ പി ക്യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി ഡിവൈഡ് ബൈ പി ക്യു എന്നാണ് അതിനകത്താണ് കൊണ്ടിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം ബി സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ബി സിക്ക് പകരം നമുക്ക് 2BD കൊടുക്കാം. കണ്ടോ, 2BD കൊടുക്കാം. ക്യു ആറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2QM കൊടുക്കാം. 2QM കൊടുക്കാം. ഈസ് ഈക്വൽ ടു ഞാൻ ഈ എ സിനെ തൽക്കാലം എഴുതുന്നില്ല, തൽക്കാലം മാറ്റുവാണ്. എ ബി ബൈ പി ക്യു എന്ന് എഴുതാം. നമുക്ക് ആ വേണ്ട സൈഡ് അതാണ് എ ബി ബൈ പി ക്യു. അപ്പൊ ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? ബി ഡി ഡിവൈഡ് ബൈ ക്യു എം വിൽ ബി ഈക്വൽ ടു എ ബി ഡിവൈഡ് ബൈ പി ക്യു എന്ന് കിട്ടി. ഇത് രണ്ടും ഏത് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡാണ്? ബി ഡി ഡിവൈഡ് ബൈ ക്യൂ എന്ന് പറയുമ്പോൾ ഏതാ? ബി ഡി ഡിവൈഡ് ബൈ ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഇത് ബി ഡി ഡിവൈഡ് ബൈ ക്യൂ എം. അതേപോലെ തന്നെ എ ബി ഡിവൈഡ് ബൈ പി ക്യൂ എന്താ? എ ബി ഡിവൈഡ് ബൈ പി ക്യൂ തന്നെ. അപ്പൊ നമുക്ക് വേണ്ട സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് പ്രൊപ്പോർഷണൽ ആണ് കിട്ടിയില്ലേ? ഇനി ഒരു ആംഗിൾ കൂടി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ അല്ലയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓൾറെഡി അല്ല, നമുക്ക് വേണ്ടതും എന്തായിരുന്നു? എ ബി ബൈ പി ക്യൂ വേണ്ടത് അല്ലേ? എ ബി ബൈ പി ക്യൂ, എ ബി ബൈ പി ക്യൂ ഈസ് ഈക്വൽ ടു എന്താ? എ ബി ബൈ പി ക്യൂ ഈസ് ഈക്വൽ ടു എ ഡി ബൈ പി എം. എ ഡി ബൈ പി എം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനിയും നമുക്കറിയാം ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 4 കൊടുക്കാം. ഇനി നമുക്കറിയാം ഓൾറെഡി ആസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഇല്ലേ? ആംഗിൾ ബി എം ആംഗിൾ ക്യൂ ഈക്വൽ ആണ്. ആംഗിൾ ക്യൂ ഈക്വൽ ആണ്. അതേപോലെ തന്നെ ബി ഡി ഡിവൈഡഡ് ബൈ ക്യൂ എം ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ പി ക്യൂ ആണ് ഇല്ലേ? സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ട്രയാങ്കിൾ എ ബി ഡി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യൂ എം. ക്രൈറ്റീരിയ എന്താണെന്ന് അറിയാമോ? SAS ക്രൈറ്റീരിയ ആണ്. SAS ക്രൈറ്റീരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് എല്ലാം എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിന്റെ ഒരു സൈഡാണ് ആ ട്രയാങ്കിളിലെ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് വെച്ചത്. അപ്പൊ ആ രണ്ട് ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ രണ്ട് സൈഡും ഈ ആംഗിളും. അപ്പൊ മൂന്നാമത്തെ സൈഡ് എന്ത് തന്നെയായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഫൈനലി എടുത്ത് എഴുതാം. Therefore BD divided by QM will be equal to AD divided by PM will be equal to AB divided by ഇതാണ് നമുക്ക് ഇതിനകത്ത് തന്നെ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് കിട്ടി. Hence proved. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്ലാസ് ആദ്യമായിട്ട് കയറുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇച്ചിരി നല്ല അവർക്കൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. ഇന്ന് കുറെ പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലാവത്തില്ല. അപ്പൊ അടുത്ത ചാപ്റ്റർ മൂലം ഓക്കെ ആവും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനിത് ചെറുതാക്കി കാണിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ എ ബി സി triangle ACB similar to triangle APQ. അത് തന്നിരിക്കുകയാണ്. If BC is equal to 8 cm, PQ is equal to 4 cm and BA is equal to 6.5 cm and AP is equal to 2.8 cm. Find CA and AQ. ഫിഗർ തന്നിട്ടുണ്ട്, ആ ഫിഗറൂടെ തരാം. ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണേ, ഇത് എളുപ്പമാണ്. ഞാൻ മറ്റേ പാടുള്ളത് ഇപ്പം ചെയ്യിക്കുന്നില്ല, അത് 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യട്ടെ, അത് നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് ACBയും അതേപോലെ APQവും സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ 2 ട്രയാങ്കിൾ. എന്നിട്ട് അളവ് തന്നിട്ടുണ്ട്. BC യുടെ വാല്യൂ തന്നിട്ടുണ്ട് 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, PQന്റെ വാല്യൂ തന്നിട്ടുണ്ട് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, BAയുടെ വാല്യൂ തന്നിട്ടുണ്ട്, BAയുടെ വാല്യൂ 6.5 തന്നിട്ടുണ്ട്, APയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2.8. CA കണ്ടുപിടിക്കണം, ഇതും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ AQവും കണ്ടുപിടിക്കണം. അപ്പൊ ഇപ്പോഴും ആലോചിച്ചോണം, ട്രയാങ്കിൾ ACB സിമിലർ ടു ട്രയാങ്കിൾ APQ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ആംഗിളുമായിട്ടാണ് ഈക്വൽ എന്ന് അറിയാമോ? വേണ്ട, ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ A എന്ന അർത്ഥം കണ്ടോ. ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ A. ഈ ആംഗിൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണല്ലോ, ഈക്വലാ. അടുത്തത് ഈ C, അതായത് Aയും ഈക്വല്, Cയും Pയും ഈക്വല്, Bയും Qവും ഈക്വലാന്ന് അതിനർത്ഥം. അങ്ങനെ വേണം ചിന്തിക്കാൻ കേട്ടോ. അപ്പം ഇവിടെ ഈ സിയും ഏതുമായിട്ടാണ് ഈക്വല്? ഈ സിയും അതേപോലെ പിയുമായിട്ട്, കണ്ടോ, ഇതുമായിട്ടാണ് ഈക്വൽ. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ബിയും ക്യൂവുമായിട്ടാണ് ഈക്വൽ. ബി എന്ന് പറയുമ്പോൾ 1 2 3, ക്യൂവും 3 ആണ്. അപ്പം ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി, അതേപോലെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഇതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതിന്റെ സൈഡ് ഏതായിരിക്കും പ്രപ്പോർഷൻ എന്നുള്ള കാര്യം പ്രത്യേകം ആലോചിച്ചോണം. ഏതൊക്കെ ആംഗിൾ ആണോ ഈക്വൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിന് വേണം പ്രപ്പോർഷൻ ആയിട്ട് എടുക്കാൻ. ഇപ്പൊ ഞാൻ ഇതിന്റെ എ എടുത്തിരിക്കുക, ഇതിന്റെയും എയുടെ ഓപ്പോസിറ്റ് സൈഡ് പി ക്യൂ ആ. അപ്പൊ ഈ പി ക്യൂ ഈ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം പ്രപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കാൻ. അപ്പം പി ക്യൂ ഡിവൈഡഡ് ബൈ ബി സി വിൽ ബി ഈക്വൽ ടു, ക്യൂവും ബിയുമാണ് ഈക്വൽ. അപ്പൊ ക്യൂയുടെ ഓപ്പോസിറ്റ് എന്താ? എന്താണ്? പി എ ആണ്. അതുപോലെ ബിയുടെ ഓപ്പോസിറ്റ് എന്താ? സി എ ആണ്. അപ്പൊ നമുക്ക് പി എ ഡിവൈഡഡ് ബൈ എന്താ? സി എ ആണ്. വിൽ ബി ഈക്വൽ ടു, അടുത്തത് സി യുടെ ഓപ്പോസിറ്റ്, അതായത് സി അല്ല, പിന്നെ സിയും
അതേപോലെ പി ഒ ഈക്വല്. അപ്പൊ പി യുടെ ഓപ്പോസിറ്റ് എ ക്യു ആണ്. എ ക്യു ഡിവൈഡഡ് ബൈ സി യുടെ ഓപ്പോസിറ്റ് ബി എ ആണ്, അല്ലെങ്കിൽ എ ബി ആണ്. അപ്പൊ ഇനി ഇതിന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ക്യു കണ്ടുപിടിക്കണം, അതേപോലെ സി എയും കണ്ടുപിടിക്കണം. അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഇതും കൂടെ കമ്പൈൻ ചെയ്യാൻ പോവാണ്. നോക്കി അതിന്റെ എല്ലാ വാല്യൂ തന്നിട്ടുണ്ട്. പി ക്യു നമുക്ക് എടുത്തിരിക്കുന്നത് പി ക്യു ഡിവൈഡഡ് ബൈ ബി സി വിൽ ബി ഈക്വൽ ടു എ ക്യു ഡിവൈഡ് ബൈ ബി എന്ന് എഴുതാൻ പോവാം. പി ക്യുവിന്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ടോ നോക്കാം. പി ക്യു എത്രയാ? പി ക്യു 4 തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ ബി സി എത്രയാ? ബി സി 8 തന്നിട്ടുണ്ട്. ഈസിക്കൽ ടു എ ക്യു. എ ക്യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലയോ. എ ക്യു അതുപോലെ തന്നെ കൊടുക്കുന്നു. എ ക്യു ഡിവൈഡ് ബൈ ബി എ എന്ത് തന്നിട്ടുണ്ട്? ബി എ. ബി എ എന്ന് പറയുന്നത് 6.5 തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 into 6.5 divided by 8 is equal to AQ എന്ന് വരും. 4ഉം ഇതും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 വരും. അപ്പം 65 ഡിവൈഡഡ് ബൈ എന്താണ് 2 വരും. അപ്പൊ 32.5 ആണ് AQ വരുന്നത്. അല്ല 32 അല്ല, 3.2. സോറി, 3.25. 6.5 അല്ലേ, 3.25. 3.25. ഇനി നമുക്ക് ഒരാളെ കൂടെ കണ്ടുപിടിക്കണം. ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ഇനി കണ്ടുപിടിക്കേണ്ടത് സി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സി എ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ രണ്ടാൾക്കാരെ കണക്ട് ചെയ്താൽ മതി. അപ്പം പി ക്യു ഡിവൈഡ് ബൈ ബി സി വിൽ ബി ഈക്വൽ ടു പി എ ഡിവൈഡ് ബൈ സി എ. സി എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ വേണ്ടി പി ക്യു 4, ബി സി 8, പി എ എന്ന് പറയുന്നത് എത്രയാണ്? പി എ തന്നിട്ടുണ്ട്. പി എ 2.8 ആണ്. ഡിവൈഡ് ബൈ സി എ. സി എ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ മതി. സി എ ഈസ് ഈക്വൽ ടു 2.8 into 8 divided by 4. ഇത് രണ്ടും കട്ട് ചെയ്യാൻ പറ്റുമോ? 2.8 into 2 എന്ന് പറയുമ്പോഴത്തേക്കും 5.6. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മിണ്ടാതിരിക്കരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സർ സർ എ ക്യൂനെ ക്യു എന്ന് എടുത്ത കുഴപ്പമുണ്ട്. എ ക്യൂനെ ക്യു എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു പ്രശ്നമില്ല. ഇവിടുന്ന് ആലപ്പുഴ പോകുന്ന ദൂരം എത്രയാ? 51 കിലോമീറ്റർ. ആലപ്പുഴയിൽ ഇങ്ങോട്ട് വരുന്ന ദൂരം എത്രയാ? 51 കിലോമീറ്റർ. പ്രശ്നമുണ്ടോ? ഇല്ല സർ. ഇല്ല. നിങ്ങളുടെ തിരുവല്ലയല്ലേ നിങ്ങളുടെ സ്കൂള് ചോയ്സ്? യെസ് സർ. തിരുവല്ലന്ന് കോഴഞ്ചേരി വരെ 17 കിലോമീറ്റർ അല്ലേ ഏകദേശം? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും അത് തന്നെയല്ലേ? നിർത്താലും യു പി നിർത്താലും എ ക്യു നിർത്താലും യു എ നിർത്താലും എല്ലാം ഒരുപോലെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. നോക്കിക്കോളൂ. In figure AB parallel to QR. Find the length of PB.
കണ്ടുപിടിച്ചേ തന്നെ കണ്ടുപിടിക്കണേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ പി ബി ആ. പി ബി ആ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആ പി ബി വെച്ചിട്ടുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നറിയോ? ഈ ഒരു ട്രയാങ്കിളും അതേപോലെ ഈ മൊത്തം ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ അതിനകത്ത് സൈഡ് കണ്ടോ, ഈ സൈഡും തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ, പിന്നെ ഈ മൊത്തം സൈഡും തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ, അപ്പൊ നമുക്ക് ഈ സൈഡ് ഡിവൈഡ് ബൈ ഈ സൈഡ് ഈ സൈഡ് ഡിവൈഡ് ബൈ മൊത്തം സൈഡ് എന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ടു പ്രൂവ് എന്താ? ടു പ്രൂവ് ട്രയാങ്കിൾ എന്താണ്? പി എ ബി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. നമുക്കറിയാം ആംഗിൾ പി രണ്ടിനും ഉണ്ട്. ആംഗിൾ എന്താണ്? ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് ആംഗിൾ ക്യു പി ആറിന് ഈക്വൽ ആണ്. കോമൺ ആണ്. റീസൺ കോമൺ. അതേപോലെ ഇത് രണ്ടെണ്ണം പാരലൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അതിന്റെ ട്രാൻസ്വേഴ്സിലായിരിക്കും. ഈ ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾ ആയിരിക്കും. അതേപോലെ ഈ ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾ ആയിരിക്കും. ഒരു ആംഗിൾ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ പി എ ബി ഈക്വൽ ടു ആംഗിൾ പി ക്യു ആർ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം, ട്രയാംഗിൾ പി എ ബി സിമിലർ ടു ട്രയാംഗിൾ പി ക്യു ആർ. റീസൺ എ ക്രൈറ്റീരിയ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എങ്ങനെ എഴുതാം? ആ ചെറിയ ട്രയാംഗിളിൽ, അതായത് ഒരു ട്രയാംഗിൾ ഇതാണ് പി എ ബിയും, അടുത്ത ട്രയാംഗിൾ ഏതാ? പി എ ബി ആണ്. അടുത്ത ട്രയാംഗിൾ എന്താ? അടുത്ത ട്രയാംഗിൾ പി ക്യു ആറും ആണ്. അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സൈഡ് എന്ന് പറയുന്നത് ഈ പിയും ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പ്രൊപ്പോർഷണൽ ആയിട്ട് എടുക്കുക. എങ്ങനെയാ? എ ബി ഡിവൈഡഡ് ബൈ ക്യു ആർ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്? പി ബി ഡിവൈഡഡ് ബൈ പി ആർ. ഓൾറെഡി അത് മതി. പി ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് 3 തന്നിട്ടുണ്ട്, ഇത് 9 തന്നിട്ടുണ്ട്. ഈക്വൽ ടു പി ബി കണ്ടുപിടിക്കണം. പി ആർ 6 തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടി. 3 into 6/9 is equal to പി ബി. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6/3 2. അപ്പൊ പി ബി എന്ന് പറയുന്നത് 2 ആയി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സർ കോൺഗ്രീന്റ് ആണ് പ്രൂവ് കഴിഞ്ഞിട്ട് എങ്ങനെയാ ചുറ്റും? കോൺഗ്രീന്റ് ആണ് പ്രൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാ ബാക്കിയുള്ള? ആ രണ്ട് ട്രയാംഗിൾ കോൺഗ്രീന്റ് ആണെങ്കിൽ അതിന്റെ സൈഡ് എന്താ? ഈക്വൽ അല്ല, കോൺഗ്രീന്റ് അല്ലല്ലോ, നമ്മൾ സിമിലർ ആണല്ലേ പ്രൂവ് ചെയ്തത്. അപ്പൊ അതിന്റെ സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ നോക്കിക്കോളൂ. In the given figure, if AB perpendicular to BC
DC perpendicular to BC and DE perpendicular to AC. Prove that triangle CED similar to triangle ABC. പടം തന്നിട്ടുണ്ട്. പടം ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആണ് തന്നിട്ടുണ്ട്. അതായത് എ ബി സി ഡി ഇ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പ്രൂവ് ചെയ്യേണ്ടത് CED, ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. CEDയും ABCയും സിമിലർ ആണ് പ്രൂവ് ചെയ്യണം. AB പെർപെൻഡിക്കുലർ ടു BC ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഇത് 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ DC പെർപെൻഡിക്കുലർ ടു BC. DC എന്ന് പറയുമ്പോൾ DC പെർപെൻഡിക്കുലർ ടു BC ഇതാണ്. ഇത് 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാ. എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ചിന്തിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ. ഇവിടെ ഏതൊക്കെയാണ് 90 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം ആലോചിച്ചോണം. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഇത് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. കണ്ടോ, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അതായത് ഇപ്പം എ ബിയുടെ അവിടെ കണ്ടോ, ഇത് എ ബി ആണെന്ന് വിചാരിക്കുക, ഇത് എ ബി ആണെന്ന് വിചാരിക്കുക. ഇപ്പുറത്ത് DC മാത്രം വരയ്ക്കാം, DC മാത്രം വരയ്ക്കാം. ഓക്കെ, ഇത് രണ്ട് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഈ എ ബിയും DC പാരലൽ ആണെന്നല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന AC എന്താ? AC ഒരു ട്രാൻസ്വേഴ്സൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഇവിടെ വരുന്നത് ഈ ആംഗിളും ഈക്വൽ അല്ലേ? ശ്രദ്ധിച്ചോണം, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇച്ചിരി നമുക്ക് വലുതായിട്ട് വരയ്ക്കുവാണെങ്കിൽ, നോക്കട്ടെ ഒരു സെക്കൻഡ്, ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം, നോക്കാം. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിൾ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ ട്രയാങ്കിൾ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ട്രയാങ്കിൾ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് ഇതിപ്പം എ ബി ഇത് സി, ഇത് ഡി, ഇത് ഇയും തന്നിട്ടുണ്ട്. 90 ഡിഗ്രി കുറെ തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി കണ്ടോ, ഇത് മൊത്തത്തിൽ കണ്ടോ, ഇത് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അതേപോലെ ഇത് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പം ഈ എ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. എ ബി വരുന്ന എ ബി ഇതുമായിട്ട് നീക്കുന്ന ആംഗിള് ഡി സിയും ഇതുമായിട്ട്, ഇത് ഡി സി ആണ്, ഡി സി. അതിനർത്ഥം എന്താ അറിയോ? ഇത് രണ്ട് 90 ഡിഗ്രി ആണെങ്കിൽ ഈ എ ബിയും ഡി സി പാരലൽ ആണെന്നല്ലേ അതിനർത്ഥം. ശരിയല്ലേ? കാരണം ഇതിനിടയ്ക്കത്തെ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എ സി എന്ന് പറയുന്ന ലൈൻ ആ പാരലലിന്റെ ട്രാൻസ്വേഴ്സൽ ആണ്. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിട്ട് എടുക്കണം. അതായത് നമ്മൾ ഇവിടെ പറയുവാണെങ്കിൽ ഇവിടുത്തെ ഈ ആംഗിളും അതേപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് എടുക്കാം. അപ്പൊ ആ രണ്ട് ട്രയാങ്കിളിന്റെ ഓരോ ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി. പിന്നെ നമുക്ക് ഇനി ഒരെണ്ണം കൂടെ പ്രൂവ് ചെയ്താൽ പോരെ? അത് ഓൾറെഡി ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്, ഈ പച്ച ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ രണ്ട് ആംഗിൾ കിട്ടിയില്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ടു പ്രൂവ് എന്താ? ടു പ്രൂവ് ട്രയാങ്കിൾ CED സിമിലർ ടു ട്രയാങ്കിൾ ABC ആണ്. അതിനകത്ത് നമുക്ക് ആദ്യം എഴുതേണ്ടത് ആംഗിൾ ABC എന്ന് പറയുന്നത് ആംഗിൾ DECക്ക് തുല്യമാണ്, 90 ഡിഗ്രി ആണ്.
ഇനിയും അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് ആംഗിൾ ഡി സി ഇക്ക് ഈക്വൽ ആയിരിക്കും. അതെന്താണെന്നറിയോ? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. അതിന്റെ കാര്യങ്ങൾ എഴുതി വെച്ചോണം. എ ബിയും അതേപോലെ തന്നെ പാരലൽ ടു ഡി സി ആണ്. അങ്ങനെയാണെങ്കിൽ എ സി ട്രാൻസ്വേഴ്സൽ ആണ്. അതുകൊണ്ടാണ് ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആയത്. ഇത് രണ്ടും പാരലൽ ആണ്. ഇത് അതിന്റെ ട്രാൻസ്വേഴ്സൽ ആണ്. ഇത് രണ്ടും 90 ഡിഗ്രി ആയതുകൊണ്ടാണ് ഇത് രണ്ടും പാരലൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ട്രാൻസ്വേഴ്സൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ രണ്ടും സിമിലർ ആണ്. അത് അപ്പൊ therefore എന്താ നമുക്ക് ഇങ്ങനെ എഴുതാം. ട്രയാംഗിൾ CED സിമിലർ ടു ട്രയാംഗിൾ ABC. റീസൺ AA ക്രൈറ്റീരിയ. ഇത്രയുള്ളൂ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമേ. അപ്പൊ നമ്മൾ ട്രയാംഗിൾസ് തീർത്തു. ട്രയാംഗിൾസിന് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക്